സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാവണം. ഇതിന് കഴിയാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തില്ലേ? രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ആദ്യം ചേർന്ന ക്യാബിനറ്റ് യോഗത്തിൻ്റെ ആദ്യ തീരുമാനം കേരളം അതിദരിദ്ര വിമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ഞങ്ങൾ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇടപെടും എന്നതാണ്. പ്രളയം കഴിഞ്ഞിട്ട് ഏകദേശം 8 വർഷമാകാൻ പൂർത്തിയാവുകയും പോവുകയാണ്. ഇന്നും ആ പ്രളയത്തിൽപ്പെട്ടവർക്ക് കൃത്യമായിട്ട് ഗവൺമെൻറ് പറയുന്ന രീതിയിൽ വീട് വെച്ച് കൊടുത്തിട്ടില്ല. ദാരിദ്ര്യനിർമ്മാർജ്ജനത്തിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു പാർപ്പിടമാണ്, തലചാക്കി ഒരു ഇടമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമസ്കാരം. കേരളപ്പിറവി ദിനമായ നവംബർ 1 വലിയൊരു പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സാമൂഹ്യ സമത്വത്തിലൂടെ ജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ശക്തിപ്പെടുത്തി രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറി നമ്മുടെ കേരളം എന്നതായിരിക്കും ആ പ്രഖ്യാപനം. പറയുന്ന പോലെ സമത്വവും ക്ഷേമവും സംരക്ഷണവും ശക്തിപ്പെട്ടെങ്കിൽ അതിയായ സന്തോഷം. പക്ഷേ പ്രഖ്യാപനത്തിനായി സൃഷ്ടിച്ച നുണപ്രചരണമാണിതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. അങ്ങനെയാണോ? പരിശോധിക്കാം. എനിക്കൊപ്പം കോൺഗ്രസ് നേതാവ് KV അഭിലാഷ്, CPM നേതാവ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, BJP നേതാവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികൾക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ സുരേഷ് കുമാർ, സംസ്ഥാനത്തെ മുഴുവൻ അതിദരിദ്രരെയും ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വിജയകരമായി നടപ്പാക്കിയ സംസ്ഥാനമായി കേരളം ചരിത്രത്തിൽ ഇടം നേടിയെന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. അങ്ങനെ അവകാശപ്പെടുമ്പോൾ നമ്മുടെ സംസ്ഥാനം ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നീ 3 ഘടകങ്ങളിൽ സ്വയം പര്യാപ്തത നേടേണ്ടതുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാവണം. ഇതിന് കഴിയാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തില്ലേ? നോക്കൂ, അതിദാരിദ്ര്യത്തെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും കൃത്യമായ നിർവചനം ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. നീതി ആയോഗിൻ്റെ കണക്കിൻ പ്രകാരം 1% താഴെയാണ് കേരളത്തിലെ അതിദരിദ്രരുടെ എണ്ണം. ഇന്ത്യയിലെ മറ്റിതര നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വളരെ ഒരു നാരോ മാർജിനാണ്, ഒരു ചെറിയ ശതമാനം മാത്രമാണ് കേരളത്തിൽ അതിദരിദ്രരായിട്ടുള്ളത്. ഒരുപക്ഷെ ലോകരാജ്യങ്ങളിൽ ചൈനയെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനം ഈ രൂപത്തിലുള്ള നേട്ടം ആർജിച്ചെടുത്തിരിക്കുന്നത്. ഇതൊരു സുപ്രഭാതത്തിൽ ഇന്നലെയോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പോ തോന്നിയ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് കേരളപ്പിറവി ദിനമായ നവംബർ 1 ഈ രൂപത്തിൽ അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാം എന്ന് തീരുമാനമെടുത്തതല്ല. 2021 കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യം ചേർന്ന മന്ത്രിസഭാ യോഗം അതിൻ്റെ ആദ്യത്തെ തീരുമാനം കേരളം അതിദരിദ്ര വിമുക്ത സംസ്ഥാനമാക്കി മാറ്റും. ആ ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള തീരുമാനം പിന്നീട് കൃത്യമായ ഗൃഹപാഠം ചെയ്ത് നമ്മുടെ നാട്ടിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയായിരുന്നു. ആ നടപ്പിലാക്കിയത് വെറുതെയല്ല, ഉദ്യോഗസ്ഥരുടെ ഒരു ശ്രേണി തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഇതിൽ ആദ്യം ഒരു സർവേ സംഘടിപ്പിച്ചു. ആ സർവേയിലൂടെ അതിദരിദ്രരുടെ എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്തി. ആ തിട്ടപ്പെടുത്തിയവർക്ക് എന്തോന്നൊക്കെയാണ് ക്ലേശ ഘടകങ്ങൾ, അവരനുഭവിക്കുന്ന ക്ലേശ ഘടകങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലാണ് സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വത്തിൽ ഉണ്ടായത്. അതിങ്ങനെ നിർബാധം തുടരുകയായിരുന്നു. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം, വീടില്ലാത്തവർക്ക് വീട്. ഇപ്പം നമുക്കറിയാം, വീടില്ലാത്തവർക്ക് തന്നെ ഭൂമിയില്ലാത്തവരുമുണ്ട് അക്കൂട്ടത്തിൽ. ഭൂമി ഉണ്ടായിരുന്നിട്ടും വീടില്ലാത്തവരും, ഭൂമിയും വീടുമില്ലാത്തവരും, പിന്നെ അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്നവർ, ഇങ്ങനെ വ്യത്യസ്ത മേഖലയിൽ ഇടപെട്ടോട്ടെ. താങ്കൾ ഈ വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 2018 പ്രളയം നമ്മുടെ മുന്നിലുണ്ട്. അതിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇനിയും വീട് കിട്ടിയിട്ടില്ല. അല്ല, തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകളുടെ വീടിൻ്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാക്കി വീട് പണിത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വ്യാമോഹിപ്പിച്ച ആളുകൾ അതിനുള്ള ഉത്തരം അഭിലാഷിനെ പോലുള്ള ആളുകൾ ഇവിടെ പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. കൃത്യമായി ടൗൺഷിപ്പ് അടക്കം അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ചാനലുകളിലൂടെ ഇപ്പോൾ അമൃത TV തന്നെ പല ഘട്ടങ്ങളിൽ വിമർശന വിധേയമായിട്ടാണെങ്കിൽ പോലും സംപ്രേഷണം ചെയ്യുകയും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനവും നമ്മൾ കാണുന്നതാണ്. ഞാനീ സൂചിപ്പിച്ചത് വ്യത്യസ്ത ക്ലേശ ഘടകങ്ങൾ അനുഭവിക്കുന്ന ഈ അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള ഇടപെടലാണ് അതിനകത്ത് നടത്തിയത്. ഇപ്പോൾ ഭക്ഷണമില്ല, അതിദരിദ്ര എന്ന മാനദണ്ഡത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്തവർ, അവർക്ക് ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു കൊടുക്കുക. ഇനി ഒരു കുടുംബത്തിനകത്ത് ഒരാൾ മാത്രം ഒറ്റപ്പെട്ടു പോയി, ആ ഒറ്റപ്പെട്ട അംഗം ഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ലെങ്കിൽ പാചകം ചെയ്ത ഭക്ഷണം അവിടെ എത്തിക്കുക. അതിന് നമ്മുടെ നാട്ടിലിപ്പോൾ സുലഭമായിക്കൊണ്ടിരിക്കുന്ന
വനിതാ ഹോട്ടലുകളടക്കം ആശ്രയിച്ചുകൊണ്ട് കുടുംബശ്രീയൊക്കെ അതിനകത്ത് നടത്തിയിട്ടുള്ള വളരെ അഭിനന്ദനാർഹമായ ഇടപെടൽ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, ഞാൻ ഒന്ന് ഇടപെട്ടോടെ. ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഭക്ഷണം എത്തിച്ചാൽ മാത്രം അതിദാരിദ്ര്യത്തിലേക്ക് നമ്മൾ അതിൻ്റെ ഒരു മുക്തിയിലേക്ക് നമ്മൾ നീങ്ങുമോ? ഒരു വിഭാഗത്തിന് മാത്രമാണ് അത് എത്തുന്നത്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇവിടെ, പാർപ്പിടമില്ലാത്തവർ, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രികളുടെ കാര്യമൊന്നും പിന്നെ പറയണ്ട. പിന്നെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഒരു അതിദാരിദ്ര്യ മുക്ത കേരളമായി മാറുക നമ്മുടെ സംസ്ഥാനം? ആങ്കർ പോലും തെറ്റ് ഈ പ്രഖ്യാപനത്തെ സംബന്ധിച്ച് ഈ പ്രഖ്യാപനത്തെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, 2021 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ, രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ആദ്യം ചേർന്ന ക്യാബിനറ്റ്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചാനലടക്കം കൃത്യമായ വാർത്ത കൊടുത്തിരുന്നതാണ്, ആദ്യം ചേർന്ന ക്യാബിനറ്റ് യോഗത്തിൻ്റെ ആദ്യ തീരുമാനം കേരളം അതിദരിദ്ര വിമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ഞങ്ങൾ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇടപെടും എന്നതാണ്. ആ നിശ്ചയദാർഢ്യത്തിൻ്റെ ഉൽപ്പന്നമാണ് ഈ നവംബർ 1 കേരളപ്പിറവി ദിനത്തിന് സംസ്ഥാന ഗവൺമെൻറ് അത് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. ആ പ്രഖ്യാപനം ഒരു വെറും വാക്കല്ല. ആ പ്രഖ്യാപനം വളരെ കൃത്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഗൃഹപാഠം ചെയ്തുകൊണ്ട് ഭവനരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഭവനം, ഈ പറഞ്ഞ ഓരോ ക്ലേശ ഘടകങ്ങളും, ഞാനത് ആവർത്തിച്ച് പറയാത്തതാണ്, ഓരോ ക്ലേശ ഘടകങ്ങളും അഭിമുഖീകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആ ക്ലേശ ഘടകങ്ങളുടെ കാര്യത്തിൽ അവരെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചു എന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖകളുടെ പിൻബലത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് KV അഭിലാഷ്, സുരേഷ് കുമാർ പറഞ്ഞത് താങ്കളും കേട്ട് കാണും. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആദ്യ ക്യാബിനറ്റിൽ തന്നെ എടുത്ത ചില പ്രഖ്യാപനങ്ങൾ, അതിലൊന്നാണ് ഈ അതിദാരിദ്ര്യ മുക്ത കേരളം എന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് നല്ല കാര്യം, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലത്. പക്ഷേ ഒന്നാം പിണറായി സർക്കാരും കഴിഞ്ഞു, രണ്ടാം പിണറായി സർക്കാരും അവസാനിക്കാൻ പോവുകയാണ് ഇപ്പോൾ. ഒടുവിൽ നടന്നില്ലെങ്കിലും അതങ്ങ് പ്രഖ്യാപിക്കുക എന്നാണോ, അതോ ആ പ്രഖ്യാപിക്കാനും മാത്രം സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു പ്രാപ്തി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആയിക്കഴിഞ്ഞോ? എങ്ങനെയാണ് പ്രതിപക്ഷം ഇത് കാണുന്നത്? ഇവിടെ നമ്മൾ തിരഞ്ഞെടുപ്പ് ഒരു ഗമ്മിക്കായി മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയാണ്. അതുപോലെ തന്നെയാണ് ഇതും. അതിതീവ്ര വിമുക്ത കേരളം എന്നുള്ളത് പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയാണ്. ഇവിടെ 5,90,000-ലധികം കാർഡുടമകൾ, അതായത് 5,91,000-ലധികം കാർഡുടമകൾ, അന്ത്യോദയ അന്നയോജന കാർഡുടമകൾ ഇന്നും കേരളത്തിലുണ്ട്. അപ്പോൾ ആ കാർഡുടമകൾ എന്ന് പറയുന്നത് ദാരിദ്ര്യരേഖയിലും വീണ്ടും താഴെയാണ്. അതിനെയാണ് നമ്മളിവിടെ പറയുന്നത് അതിതീവ്ര ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. സാധാരണ BPL കാർഡുകാരുമില്ല, അതിനും താഴത്തെ കാർഡാണ്. അപ്പോൾ അത്തരം 5,90,000-ലധികം കാർഡുകാർ ഉള്ളപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രഖ്യാപനം തന്നെ നടത്താൻ പറ്റും? ഇവർ ചില കണക്കുകളൊക്കെ കാണിച്ച് ചില ഗിമ്മിക്കുകളൊക്കെ കാണിക്കുന്നു അല്ലാതെ ഇതിലൊരു യാഥാർത്ഥ്യമില്ല. ഇന്നും ജനങ്ങൾ, സാധാരണ ജനങ്ങൾ, പാവപ്പെട്ട ആൾക്കാർ ഇന്നും പാവപ്പെട്ട അവസ്ഥയിലാണ് കഴിയുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2018 പ്രളയത്തിന് പോലും, പ്രളയം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? പ്രളയം കഴിഞ്ഞിട്ട് ഏകദേശം 8 വർഷമാകാൻ പൂർത്തിയാവുകയും പോവുകയാണ്. ഇന്നും ആ പ്രളയത്തിൽപ്പെട്ടവർക്ക് കൃത്യമായിട്ട് ഗവൺമെൻറ് പറയുന്ന രീതിയിൽ വീട് വെച്ച് കൊടുത്തിട്ടില്ല. അതിനുശേഷം വന്ന വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.25 വർഷമാകാൻ പോകുന്നു. അവർക്ക് പോലും പുനരധിവാസം ഇതുവരെ പൂർത്തിയാക്കുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ ലിസ്റ്റ് പോലും കഴിഞ്ഞ 3 മാസത്തിന് മുൻപും ആ ലിസ്റ്റിൽ വ്യത്യാസങ്ങളുണ്ട്. പരാതികളുമായിട്ട് ലിസ്റ്റ് നടക്കുകയാണ്. ഒരു വില്ലേജ് ഓഫീസറെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആ ലിസ്റ്റ്, ആ വീട് നഷ്ടപ്പെട്ടവർ എത്രയാണ് എന്നുള്ള ലിസ്റ്റ് എടുക്കാൻ സാധിക്കും. അതുപോലും അവിടുത്തെ സംവിധാനത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അവരാണിപ്പോൾ വീണ്ടും പ്രഖ്യാപനവുമായിട്ട് വരുന്നത്. ഇത് തികഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗിമ്മിക്കാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള 4 വോട്ട് കിട്ടുവാനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും അതുപോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പദ്ധതി പ്രഖ്യാപനം മാത്രമാണിത്. യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയാൽ ഇന്നും കേരളത്തിൽ അതിതീവ്ര ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാരുണ്ട്. അത് ഈ കാർഡ് എന്ന് പറയുന്നത് ഒരു തെളിവാണ്. അതില്ല എന്ന് നിഷേധിക്കാൻ സാധിക്കുമോ? ഇവിടെ നമുക്ക് 4 തരം കാർഡുകളുണ്ട്. അപ്പോൾ ഈ കാർഡ് ഉടമകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ തന്നെയാണ്. അതിലും താഴെയുള്ള, ബിലോ പോവർട്ടി ലൈനിലും അതിലും താഴെയുള്ളവർ തന്നെയാണ്. അപ്പോൾ ഇത് വെറും പ്രഖ്യാപനങ്ങളാണ്. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്, ഗിമ്മിക്കാണിത്. മായ. ശരി, ഞാൻ വരാം. അഡ്വക്കേറ്റ് JR പത്മകുമാർ, ഒരു സംസ്ഥാനത്ത്
സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകണം അവിടുത്തെ ആളുകൾ. അപ്പോഴാണല്ലോ അവർ അതിദരിദ്ര മുക്തരായി എന്നൊക്കെ പറയുക. അങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യമൊക്കെ അവരൊക്കെ കണക്കുകൾ എടുക്കുമ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തും അത് തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു നിലനിൽപ്പ് ആയോ നമുക്ക്? ഈ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ നവംബർ 1 നടത്താൻ പോകുന്ന പ്രഖ്യാപനം തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇതിനു മുമ്പും നിരവധി സാഹചര്യങ്ങളിൽ കേരളം നമ്പർ വൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ചൈനയേക്കാൾ മെച്ചമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരോഗ്യ മേഖല തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം എന്താണ് അവസ്ഥ. അവസാനം പറഞ്ഞത് നമ്മുടെ സിസ്റ്റത്തിനുള്ള തകരാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിന് തടയിപ്പാനുള്ള ശ്രമമാണ്. ഇതിപ്പോഴും അത് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഒരു ഏപ്രിലാകുമ്പോൾ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ ഇതിനിടയ്ക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, ജനങ്ങളിടയിൽ ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയോ ഞങ്ങൾ ചെയ്തു എന്ന് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം ഇല്ലെങ്കിൽ ഒരു കാര്യം മുന്നോട്ട് പോകാൻ പറ്റാത്ത കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന സഹായങ്ങളെക്കുറിച്ച്, ഒരു എയ്ഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതുവരെ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഒന്നും തരുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രചരണം. അങ്ങനെ എല്ലാ മേഖലയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ കാര്യത്തിലേക്ക് നമ്മൾ വന്നാൽ, ഇപ്പോൾ അതിദരിദ്ര നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനം അവർ പ്രചരിപ്പിക്കുന്നത് കണ്ടാൽ, ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞതുപോലെ ചൈനയൊക്കെ അങ്ങോട്ട് താരതമ്യപ്പെടുത്തും. ഇപ്പോൾ പറയുന്നത് ചൈനയൊക്കെ വിട്ടിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനം എന്നാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നരേന്ദ്രമോദി ഗവൺമെൻറ്, NDA ഗവൺമെൻറ്, ഒന്നാം ഗവൺമെൻറ് 2014 വന്നതിന് ശേഷം കഴിഞ്ഞ ഈ 10 വർഷക്കാലത്തെ ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന നടപടികളെക്കുറിച്ച് വേൾഡ് ബാങ്കിൻ്റെ ഒരു അസസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആ വേൾഡ് ബാങ്കിൻ്റെ അസസ്മെൻറ്റ് വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളത് 27 കോടി ജനങ്ങൾ ഈ അതിദരിദ്ര വിഭാഗത്തിലുള്ള ആളുകളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ മുക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വേൾഡ് ബാങ്കിൻ്റെ. അപ്പോൾ 27 കോടി. ആ 27 കോടിയൊക്കെ പ്രഖ്യാപിക്കുകയല്ല ചെയ്യുന്നത്. ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പറഞ്ഞ 27 കോടി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ 27 കോടി അതിദരിദ്രരെ കൈപിടിച്ച് പൊതുസമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഭരണ പ്രദേശത്ത് മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും അതിൻ്റേതായ പ്രവർത്തനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ കണക്കൊന്ന് കഴിഞ്ഞ 10 വർഷത്തെ കണക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഈ നമ്മുടെ സുഹൃത്ത് LDFൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ കേരളത്തിലൊരു കണക്കെടുത്തിട്ട് ഒരു മൈക്രോ പ്ലാനിങ് നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. അതിന് പ്രയോജനകരമായി അവർ ഉപയോഗിച്ചത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ് ബഹുഭൂരിപക്ഷവും എന്നുള്ളതാണ് അതിൽ ഞാൻ ഈ പറയാൻ ആഗ്രഹിച്ച കാര്യം. അതിൽ 27 കോടി ജനങ്ങളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ഇവരെടുത്തൊരു കണക്ക് എനിക്ക് തോന്നുന്നു 59,500 കുടുംബങ്ങളെ, അതിൽ 2-2.25 ലക്ഷം ആളുകളെയാണ് ഏകദേശം ഈ തരത്തിൽ അവർ ഈ മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ട് പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. അതേസമയം നമ്മളൊന്ന് മനസ്സിലാക്കണം, യു പിയിൽ 6 കോടി ജനങ്ങളെയാണ് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 27 കോടി ഈ അപ്ലിഫ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ UP സംസ്ഥാനത്ത് മാത്രം 6 കോടി ജനങ്ങളെ ആ നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഈ അതിദരിദ്ര വിഭാഗത്തിൽ നിന്നും മുകളിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ബീഹാറിൽ 3.77 കോടിയാണ്. നമ്മൾ 2 ലക്ഷം ആളുകളെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ മെല്ലെ ഒന്ന് ഉയർത്തി അതിദരിദ്ര ആ വിഭാഗത്തിൽ നിന്ന് മാറ്റി എന്ന് പറയുമ്പോൾ UP 6 കോടി, ബീഹാറിൽ 3.77 കോടി, MP മധ്യപ്രദേശിൽ 2.34 കോടി, രാജസ്ഥാൻ 1.87 കോടി, മഹാരാഷ്ട്ര 1.54 കോടി. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോഴാണ് 27 കോടി ഇന്ത്യയിൽ ആ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ, ഇപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടൊരു മനുഷ്യൻ്റെ ഒരു ബേസിക് നീഡ്സ് എന്ന് പറയുമ്പോൾ അവൻ്റെ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം വേണം, അവൻ്റെ ഈ വീടിന് ഉള്ള സൗകര്യം വേണം, അവന് കുടിവെള്ളത്തിൻ്റെ സൗകര്യം വേണം, ഹെൽത്ത് കെയർ വേണം, ലൈവ്ലിഹുഡ്
അതിനുവേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതികൾ അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി. അതൊരു പരിധിവരെ സംസ്ഥാന ഗവൺമെൻറ് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ശരി, ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. ശ്രീ സുരേഷ് കുമാർ, കേരളത്തിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമാക്കിയത് കേന്ദ്ര പദ്ധതികളുടെയാണ് എന്നാണ് BJP പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ JR പത്മകുമാറും പറഞ്ഞു വെച്ചത്. സംസ്ഥാന സർക്കാർ വരുത്തിയ കാലതാമസമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ 10 വർഷം കേരളത്തിൽ എടുക്കാൻ കാരണമെന്നൊക്കെയാണ് BJPയുടെ വാദം. മറ്റ് സംസ്ഥാനങ്ങൾ അതിവേഗം ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ കേരള സർക്കാർ ഒന്നും ചെയ്യാതെ ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണെന്നാണ് BJP പറയുന്നത്. എങ്ങനെ കാണുന്നതിനെ? നോക്കൂ, ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഭിലാഷ് പൂർണ്ണമായും ഇത്തരത്തിലൊരു പ്രവർത്തനം അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള വിപ്ലവകരമായൊരു കാൽവെപ്പ് നടന്നിട്ടേ ഇല്ല എന്ന് അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിയപ്പോൾ ബഹുമാന്യനായ BJPയുടെ പ്രതിനിധി ഇവിടെ ഭാഗികമായിട്ടെങ്കിലും ഇതിനെ അംഗീകരിച്ചതിൽ ഞാൻ അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ സോഴ്സ് അത് എവിടെ നിന്നാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ തമ്മിലുള്ള തർക്കം. സംസ്ഥാന ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചില വിഹിതങ്ങൾ നൽകാറുണ്ട്. അത് തദ്ദേശ സ്വയംഭരണ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺ ആണ്, അല്ലെങ്കിൽ പൂർണ്ണമായും അവരിലെ നിക്ഷിപ്തമായിട്ടുള്ളതാണ് എന്ന് അവകാശപ്പെടുന്നത് നിരർത്ഥകമായിട്ടുള്ള വാദഗതിയാണ് എന്നുള്ളത് BJPയുടെ പ്രതിനിധി തിരിച്ചറിയണം. നമ്മുടെ സംസ്ഥാനം നടക്കം കൊണ്ടുപോകുന്ന ടാക്സിൽ നിന്നും ഭാഗികമായിട്ടുള്ള വിഹിതം നമുക്ക് പല കാരണങ്ങളാൽ തരുമ്പോൾ ചില മാനദണ്ഡങ്ങൾ അതിനകത്ത് വെക്കുകയാണ്. ആ മാനദണ്ഡങ്ങൾ ചിലത് റിജിഡാണ്, ചിലത് സാമാന്യം കട്ടി കുറഞ്ഞതാണ്. അപ്പോൾ ആ മാനദണ്ഡത്തെ പ്രകാരം അതിനകത്ത് ഒപ്പുവെച്ചാൽ മാത്രമേ ചില സഹായങ്ങൾ ഈ ഫെഡറൽ സിസ്റ്റത്തിനകത്ത് നമുക്ക് അനുവദിക്കപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഇവിടെ കേരളം ഒരു വികസന കാര്യത്തിൽ ഒരു കാൽവെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ 3 പേരും അല്ലെങ്കിൽ നമ്മൾ 4 പേരും അതിലെന്തെങ്കിലും ആശങ്ക പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നെനിക്കറിയുന്നില്ല. കേവലമായിട്ടുള്ള രാഷ്ട്രീയ വിയോജിപ്പുകളുടെ ഭാഗമായിട്ട് മാത്രമാണ് ഈ ആശങ്കകൾ നമ്മൾ പങ്കുവെക്കുന്നത്. അതല്ലാതെ അത് മാറ്റിവെക്കുമ്പോൾ ആശങ്കയുടെ കാര്യം ഞാനൊരു കാര്യം പറയാം. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഇല്ലേ? അത് വാങ്ങുന്നവരുടെ എണ്ണം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നവരെക്കാൾ കൂടുതലാണ്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 42 ലക്ഷം പേരാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത്. പക്ഷേ 2ാം പിണറായി സർക്കാരിൻ്റെ കാലമായപ്പോഴേക്കും അത് 62 ലക്ഷം ആളുകളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത്. എന്തുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളിലേക്ക് പോകുന്നു? ദാരിദ്ര്യത്തിലേക്ക് കൂടുതൽ പോകുന്നത് കൊണ്ടല്ലേ ഈ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടുന്നത്? അല്ല, അത് വികേന്ദ്രീകരിച്ച് നമ്മുടെ ഈ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച്, പെൻഷൻ പദ്ധതിയെ സംബന്ധിച്ച് ഒക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് കൂടുതലായി ജനങ്ങളിലേക്ക് പോകുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾ കൂടുതൽ അങ്ങനെയൊന്നും ആവശ്യമില്ലാത്ത ആളുകൾ ഇത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജനപ്രതിനിധികൾ മാത്രം ചേർന്ന് രൂപീകരിക്കുന്ന ഒരു സമിതിയല്ല. കൃത്യമായ ഉദ്യോഗസ്ഥർ ഇതിനെ സംബന്ധിച്ച് മോണിറ്റർ ചെയ്താണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസിനെ തിരഞ്ഞെടുക്കുന്നതെന്ന് എനിക്കും ആങ്കർക്കും എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളൊരു ചുവടുവയ്പ് നടത്തുമ്പോൾ അതങ്ങനെയൊന്നുമില്ല, കേരളം വളരെ പിന്നിലാണ് എന്ന് സമർത്ഥിക്കാൻ കാണിക്കുന്ന വാശി സങ്കുചിതമായ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നോക്കൂ, സമീപകാലത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിലെ നവജാത ശിശുക്കളുടെ മരണനിരക്ക്. ആ മരണനിരക്ക് വെറും 5%. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഒരു 5% പേരിൽ താഴെയാണ് കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത്. ഇത് അമേരിക്കൻ ഐക്യനാടുകളെക്കാൾ കുറവാണ്. അമേരിക്കൻ ഐക്യനാടുകളിൽ 5.6 ആണ്. കൃത്യമായ കണക്ക്, കൃത്യമായ രേഖയുടെ പിൻബലത്തിൽ ഇവിടെ നാട്ടിലുടനീളം പ്രചരിച്ചിട്ടും നമ്മൾ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ മടി കാണിക്കുന്നു. അതിന് കാരണം നമ്മളിൽ അന്തർലീനമായിട്ടുള്ള സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യമാണ്. നമ്മൾ എത്ര നിരാകരിച്ചാലും കേരളത്തിൽ ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ നടന്നിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള പുരോഗമനാത്മകമായ പ്രവർത്തനങ്ങൾ നമ്മൾ എത്ര മറച്ചു വെച്ചാലും വസ്തുതയായി നമ്മുടെ കൺമുന്നിൽ നിലനിൽക്കുകയാണ്. 1957 EMS ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഭൂപരിഷ്കരണ ബില്ല് ഈ സംസ്ഥാനത്ത് സാധ്യമായത്. പാവപ്പെട്ടവൻ ആദ്യമായി തലചായ്ക്കാൻ സ്വന്തമായൊരു ഇടം എന്നത് ആ ഗവൺമെൻറ്റിൻ്റെ ഉൽപ്പന്നമായിരുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. ആ ഗവൺമെൻറ് തന്നെ മുണ്ടശ്ശേരി മാഷ് നിയമസഭയിൽ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ല്, സാർവത്രികവും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള ഈ പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം അനുവദിച്ചുകൊണ്ടുള്ള ബില്ല്, അതിലൂടെയാണ് കേരളത്തിൽ സാമൂഹിക അസമത്വം ക്രമേണ മാറിയത്, സാമൂഹിക സമത്വം കേരളത്തിലേക്ക് നിലവിൽ വന്നത്. ഈ രൂപത്തിൽ വിപ്ലവകരമായ പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നോണം സാക്ഷരതാ പ്രവർത്തനം നടന്നു, ജനകീയാസൂത്രണം നടന്നു. ഇങ്ങനെ ഒട്ടേറെ പദ്ധതികൾ. ഏറ്റവും അവസാനം നിങ്ങൾ നോക്ക്, ഗെയിൽ പൈപ്പ് ലൈൻ
ഇവിടെ BJPയുടെ പ്രതിനിധി പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. സുരേന്ദ്രൻ പരസ്യമായി പിണറായിയെ വെല്ലുവിളിച്ചു. താങ്കൾ ആർജവമുള്ളൊരു ഭരണാധികാരിയാണെങ്കിൽ ഗെയിൽ പൈപ്പ് ലൈൻ ഈ കേരളത്തിൽ സാധ്യമാക്കൂ എന്നതാണ് ആ വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അത് സാധ്യമാക്കിയ ഭരണകർത്താവാണ് ശ്രീ പിണറായി വിജയൻ. അതുതന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റി തീർക്കുമെന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തല്ല, രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്ത് ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങിനകത്ത് മിനിറ്റ്സ് എഴുതി രേഖപ്പെടുത്തി അതിനു വേണ്ടിയിട്ടുള്ള പ്രയാണം ആരംഭിച്ചു. അത് ഈ വരുന്ന 2025 നവംബർ 1 2 ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ സാർത്ഥകമാകാൻ വേണ്ടി പോവുകയാണ്. ഞാൻ വരാം താങ്കളെ. അഡ്വക്കേറ്റ് KV അഭിലാഷ്, അതിദാരിദ്ര്യം മുക്തമായെങ്കിൽ നമ്മുടെ സംസ്ഥാനം പിന്നെ എന്തിനാണ് ഈ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണമൊക്കെ കൂട്ടുന്നത്? പ്രത്യേകിച്ചും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. എന്തിനാണത്? ഇവിടെ കേരളം എന്ന് പറയുന്നത് പല മേഖലകളിലും മുന്നോട്ട് വന്നിട്ടുണ്ട്. മറ്റ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, മറ്റു പല ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ അത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നേടിയെടുത്ത കാര്യം മാത്രമല്ല, കാലാകാലങ്ങളിൽ കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെയും സാമൂഹ്യക്ഷേമ പദ്ധതികളുടെയും ഭാഗമായിട്ട് ഉണ്ടായ പുരോഗതിയാണ്. അങ്ങനെ അല്ലാതെ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ പിണറായി ഗവൺമെൻറ്റിൻ്റെ ആദ്യകാലത്തെ മിനിറ്റ്സ് രേഖപ്പെടുത്തിയത് കൊണ്ടോ ഒന്നും നേടിയെടുത്ത കാര്യങ്ങളല്ല. കുറച്ച് വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് വികസനങ്ങൾ കേരളത്തിലും സന്തുലിതമായ വികസനങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് കഴിഞ്ഞ 10 വർഷത്തിന് മാത്രം ഗുണകരമായിട്ടുള്ളതല്ല. കേരള രൂപീകരണത്തിന് ശേഷമുള്ള മാറി വന്ന ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടായ നേട്ടമാണ്. ഇവിടെ താങ്കളുടെ ചോദ്യം പെൻഷൻ, അതെ ഞാൻ ചോദിട്ടെ, അപ്പോൾ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം കൂടി. അത് മാത്രമല്ല, ഈ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം, ആരോഗ്യമേഖല, കേരളത്തിലെ ആരോഗ്യമേഖല നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ ഇത് മരുന്ന് വാങ്ങാൻ കാശില്ല. പാരസെറ്റമോൾ ഗുളിക പോലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭിക്കാത്ത സ്ഥിതിയാണ്. പ്രധാന മെഡിക്കൽ കോളേജുകൾ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കൊണ്ടുവച്ചവർ അതിൻ്റെ തുക കൊടുക്കാതെ തിരിച്ചെടുക്കാൻ പോവുകയാണ്. 5 സ്റ്റാർ പോലെയാണ് വിദ്യാലയങ്ങൾ എന്ന് പറയുന്ന സ്ഥാനത്ത് 5 സ്റ്റാർ വിദ്യാലയങ്ങളിൽ നിന്നും പാമ്പിറങ്ങി വരുന്ന കടിക്കുകയും അതുപോലെ തന്നെ മേൽക്കൂര തകർന്നു വീഴുകയും ഷോക്കേറ്റ് കുട്ടികൾ മരിക്കുകയും ചെയ്യുന്ന ചില സംഭവവികാസങ്ങൾ കേരളത്തിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളീ പറയുന്നത് ഇതിലെല്ലാം ഇന്നും കേരളം പഴയ രീതിയിൽ തന്നെയാണ്, മുന്നോട്ട് പോയിട്ടില്ല. അതിതീവ്ര ദാരിദ്ര്യ മേഖലയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായി എന്നുള്ളത് ചിലപ്പോൾ ഒരു യാഥാർത്ഥ്യമായിരിക്കും. പക്ഷേ ഇവർ ഈ തെരഞ്ഞെടുപ്പിനെ ഒന്ന് ഗിമ്മി കാണിക്കുവാൻ വേണ്ടി, തെരഞ്ഞെടുപ്പിൽ ഒന്ന് പിടിച്ചു നിൽക്കുവാൻ പല രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗവൺമെൻറ്. അത് ഓരോ ഗവൺമെൻറ്റും കാലാകാലങ്ങൾ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ കാണിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ചില കാര്യങ്ങളൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയുകയുള്ളൂ. ഇന്നും പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ചികിത്സാ ധനസഹായ പദ്ധതികൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് ഭവനരഹിതരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഭവന അപേക്ഷകൾ ഇപ്പോഴും കഴിഞ്ഞ സാമ്പത്തിക വർഷവും ലക്ഷക്കണക്കിന് അപേക്ഷകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുന്നുകൂടി കിടക്കുന്നത്. മണ്ണും വീടും പദ്ധതിക്ക് അപേക്ഷകൾ കുറഞ്ഞു എന്ന് സുരേഷ് കുമാറിന് പറയാൻ സാധിക്കുമോ? അതുപോലെ തന്നെ ഇപ്പോൾ BPL കാർഡ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു BPL കാർഡ് വീണ്ടും ആൾക്കാർ കൊടുക്കുന്ന ഒരു സംവിധാനം നടക്കുകയാണ്. അത് തിരഞ്ഞെടുപ്പ് സമയത്തെല്ലാം നടക്കുന്നത്. അതിന് അപേക്ഷയിൽ എന്തെങ്കിലും കുറവുണ്ടോ? ബിലോ പോവർട്ടി ലൈനിലേക്ക് കാർഡ് വാങ്ങുന്നതിന് വേണ്ടി, പിങ്ക് കാർഡ് വാങ്ങുന്നതിന് വേണ്ടി ഇപ്പോഴും കളക്ട്രേറ്റിൽ ഓൺലൈനായിട്ട് അപേക്ഷ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ഈ വർഷവും കുറവ് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് മായ. ഞാൻ ജെ.ആർ. പത്മകുമാറിലേക്ക് വരാം. അതിനു മുമ്പ് സുരേഷ് കുമാറിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ സുരേഷ് കുമാർ, അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനം നവംബർ 1 നടക്കാൻ പോകുന്നു. ഈ ചടങ്ങിൽ നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ എന്നിവരൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണ് അറിഞ്ഞത്. ഇതറിഞ്ഞ ആശാപ്രവർത്തകർ അവർക്കൊരു കത്തയച്ചിരിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് വഴി നിങ്ങൾ ആ വലിയ നുണയുടെ പ്രചാരകരായി മാറും, നിങ്ങൾ പങ്കെടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആശമാർ പറഞ്ഞതിനെ അങ്ങനെ തള്ളിക്കളയാനാവുമോ? അല്ല, ആശാപ്രവർത്തകരിൽ ഒരു ചെറു വിഭാഗത്തിന് ഇന്ന് സമരം ചെയ്യുന്ന ആളുകൾക്ക് കത്തയക്കാനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ മറ്റു പല സമര രീതികൾ പിന്തുടരാനുള്ള സ്വാതന്ത്ര്യവുമൊക്കെ ഈ കേരളത്തിലും ഇന്ത്യ മഹാരാജ്യത്തുമുണ്ട്. ആശാപ്രവർത്തകർക്ക് ഏത് സമര രീതിയും ഏത് മാർഗവും പിന്തുടരാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ട്, കേരളത്തിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോഹൻലാലും മമ്മൂട്ടിയും ശ്രീ കമലഹാസനുമൊക്കെ
ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടുന്ന കാര്യമില്ല എന്നുള്ള രീതിയിൽ ആശാപ്രവർത്തകർക്ക് കത്തെഴുതാനും ഈ മനോഹരമായ ഏറ്റവും വിപ്ലവകരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന രൂപത്തിൽ അവർക്കത് നിഷേധിച്ചുകൊണ്ട് വരാനുള്ള സ്വാതന്ത്ര്യവും ഇവിടെ ഉണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ ആശമാരെക്കുറിച്ചാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട അവരുടെ ഓണറേറിയവും മറ്റു കാര്യങ്ങളുമൊക്കെ വർദ്ധിപ്പിക്കാൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ്, അതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടന്നു കഴിഞ്ഞതാണ്. അവരിൽ ഒരു ചെറുവിഭാഗം നടത്തുന്ന സമരമെന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ്. അതെല്ലാ ആളുകൾക്കും അറിയാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു, അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ഗിമിക്കാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ സീസണിൽ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വീണ്ടും ഒരു ആശാസമരവുമായി ഇവർ രംഗത്ത് വരുന്നത് ഏത് തെരഞ്ഞെടുപ്പ് ഗിമിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുപാട് ഇടയ്ക്ക് ആശാസമരം പാക്കപ്പ് ചെയ്ത് പോയി. അത് കണ്ടിന്യൂ ചെയ്യുക തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് പാക്ക് ചെയ്ത് പോയതാണ്. നമ്മൾ ഈ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും. ആശാസമരം അവരുടെ യാഥാർത്ഥ്യ സമരം തുടങ്ങിയിട്ട് ഒരിക്കലും അവർ പാക്കപ്പ് ചെയ്ത് പോയിട്ടില്ല. ഇന്നിപ്പോൾ 300 ദിവസം കൊണ്ട് ആയിട്ടുണ്ട്. ദിവസം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അവരെന്നും റോഡിൽ സമരം ചെയ്യുകയാണ്. സെക്രട്ടേറിയറ്റ് വേണമെങ്കിൽ ഇന്നലെ നടന്നതും മെലങ്ങാൻ നടന്ന ആ വെയിലും മഴയും ഏറ്റുകൊണ്ട് ആ സഹോദരിമാർ ഇന്നും സമരം ചെയ്യുകയാണ്. ഞാൻ അതിനകത്തൊരു കാര്യം പറയാം. ജാഥകളെന്നൊക്കെ പറഞ്ഞ് ഈ സമരം പാക്കപ്പ് ചെയ്യപ്പെട്ടിരുന്ന സമരമാണ്. വീണ്ടും അത് റീഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ആ രൂപത്തിലൊക്കെയുള്ള സമരങ്ങൾ ചെയ്യാനുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്. ഒരുപാട് സമരങ്ങൾ ഞങ്ങളുമൊക്കെ പല ബാനറിന് കീഴിലും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് ആ സമരം ചെയ്യേണ്ട എന്നുള്ള നിഷേധാത്മകമായ നിലപാടൊന്നും ഞങ്ങൾക്കില്ല. ഇവിടുത്തെ ശരിക്കുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഈ അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ കാര്യത്തിനകത്തും കേരളത്തിൻ്റെ ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ടുന്ന പ്രതിപക്ഷം അന്ധമായ രാഷ്ട്രീയ എതിർപ്പുയർത്തിയിട്ടുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തെ ഈ കാലയളവിൽ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ അഭിലാഷ് അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞു. ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ നേട്ടങ്ങൾ, കേരളം ആർജിച്ചെടുത്ത ഈ നേട്ടങ്ങൾ ആരുടെയും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റേത് മാത്രമല്ല. ഇത് കാലാകാലങ്ങളായി കേരളം ഭരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഉൽപ്പന്നമാണ്. ശ്രീ സുരേഷ് കുമാർ, അത് തന്നെയാണ്. ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കില്ല. ഞാനും അങ്ങനെയാണെങ്കിൽ പറയുന്നു ഒരു മറുപടി അത് മാത്രമേ ഉള്ളൂ. കേരളം അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റെപ്പും തുടക്കം മുതൽ എടുത്തതും അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയതും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രയാണം അനസ്യൂതം സംഘടിപ്പിക്കപ്പെട്ടതും പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്താണ്. അത് നിഷേധിക്കാൻ പറ്റുമോ? ശരി, അങ്ങനെയാണെങ്കിൽ ഈ പപ്പടം കാച്ചുന്നത് പോലെയാണ്. പപ്പടം ഇട്ട ഒരു അവസാനം പൊള്ളി വരുമ്പോൾ ഒരു കമ്പി കൊണ്ട് കുത്തി എടുത്തിട്ട് പപ്പടം ഉണ്ടാക്കിയത് കുത്തിയ കമ്പി ഉണ്ടാണെന്നുള്ള ധാരണയാണ് പറയുന്നത്. വേറെ ഒരുപാട് എഫർട്ടുണ്ട് ഒരു പപ്പടം കാച്ചി എടുക്കണമെങ്കിൽ അത് ഉണ്ടാക്കണം, ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ അവസാനം വരെ ഈ റിലേ ഓടുന്നത് പോലെയാണ്. അവസാനം ലാപ്പിൽ ഓടുന്നതിനാണ് വിജയിച്ചത്. അയാളെ അവരുടെയും അതിനൊരു ശ്രമമുണ്ട് എന്നുള്ള സത്യമാണ്. ഇവിടെ പറഞ്ഞു വന്നത് ഇപ്പോൾ ആശാസമരത്തിൻ്റെ ആ പങ്കാളിത്തത്തെക്കുറിച്ച്. CPM-നെ പോലുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രയോ സമരങ്ങൾ നടത്തി. അവർ ആളുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ അവർ ഉയർത്തിപ്പിടിക്കുന്ന ആ മുദ്രാവാക്യം ഈ ആശാസമരത്തിനോടുള്ള വിയോജിപ്പുണ്ട്. രാഷ്ട്രീയം അതൊക്കെ വേറെ. നമ്മളെല്ലാ കാര്യത്തിലും ഇപ്പോൾ പെമ്പിളെ സമരം ഞങ്ങൾക്ക് 300 രൂപ പോരാ 500 രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയപ്പോൾ അന്നെന്തായിരുന്നു പറഞ്ഞത്? അതും രാഷ്ട്രീയ ആണ്. മൂന്നാറിൽ നമ്മൾ കണ്ടില്ലേ. ഇവിടെയും അത് തന്നെ. ഇവർ ഉയർത്തിപ്പിടിക്കുന്നത് ഈ പറഞ്ഞ പോലെ 230 240 രൂപ കൊണ്ട് മതിയോ ഒരു ദിവസം ഒരു ഇത്രയും വർക്ക്, എന്തുമാത്രം വർക്ക് ചെയ്യുമ്പോൾ? അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യാമെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു, എല്ലാം പറഞ്ഞു. അവിടെ ഒരു ഈഗോ ആണ് അവിടെ ഉള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അവർക്ക് ധാർമ്മികമായിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ ചൂണ്ടിക്കാണിക്കാനും അതിൽ വരുന്ന VIPകളെ നിങ്ങൾ വരുന്നത് തെറ്റായ ഒരു പ്രചരണമാണ്, ഞങ്ങളൊക്കെ ഇവിടെ പട്ടിണി കിടക്കുകയാണ് എന്ന് പറയാനുള്ള അവകാശം ഉണ്ട്. ക്ഷണിക്കാൻ ഇടതുപക്ഷത്തിനുള്ള അവകാശം പോലെ തന്നെ നമ്മളിവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ സുരേഷ്
സന്തോഷ് കുമാർ പറഞ്ഞു ഞാൻ BJP കുറച്ച് അനുകൂലമായിട്ട് ഒരു ഭാഗികമായിട്ട് അംഗീകരിച്ചു എന്നാണ്. അത് ഞാൻ പറഞ്ഞല്ലോ 27 കോടി ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിൽ കേരളവും പെടും, അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കറിയാം 83 കോടി ജനങ്ങൾക്ക് ഇന്ത്യയിൽ സൗജന്യമായി 35 കിലോ അരി കൊടുക്കുന്ന പദ്ധതിയുണ്ട്. ഗരീബി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പദ്ധതി അനുസരിച്ച് കൊടുക്കുമ്പോൾ അതിൽ കേരളത്തിലും 6 ലക്ഷം പേർ കിട്ടുന്നുണ്ട്. അത് ഞങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അത് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനൊരു പ്രധാന ഘടകമായിട്ട് വരും. അതുപോലെ തന്നെ തൊഴിലുറപ്പ് 58 ലക്ഷം ആളുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് ഇടപെടലിൽ ഇവിടെ തൊഴിൽ ചെയ്യുന്നുണ്ട്. ഒരു വർഷം 100 പേര് മിനിമം 100 ദിവസമെങ്കിലും ജോലി കൊടുക്കണമെന്ന്. അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഒരു ഘടകമാണ്. നമ്മുടെ ജൽജീവൻ പദ്ധതി, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി അനുസരിച്ച് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന. ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു പാർപ്പിടമാണ്, തലചാക്കി ഒരു ഇടമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഈ നമുക്ക് അരിയൊക്കെ സൗജന്യമായി നൽകിയ കാര്യം പറയുമ്പോൾ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. ഈ പ്രളയം കൊണ്ട് ഈ നാട് വിറങ്ങലിച്ച് നിന്ന സന്ദർഭത്തിൽ കുറച്ച് അരി ഇതുപോലെ തന്നിട്ടുണ്ട്, റേഷൻ വിഹിതം. കൃത്യമായി കണക്ക് പറഞ്ഞ് പൈസ തെറ്റാതെ ആ പൈസ കേരള സർക്കാരിൽ നിന്ന് പിടിച്ചു വാങ്ങിയതാണ് കേന്ദ്ര ഗവൺമെന്റ്. പിന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായ ഹെലികോപ്റ്ററിനടക്കം വാടക വളരെ കൃത്യതയോടുകൂടി പിടിച്ചു വാങ്ങിയതാണ് ഈ സംസ്ഥാനത്ത് നിന്ന്. നമ്മൾ ആ കാര്യം മറന്നുകൊണ്ട് വളരെ സത്യസന്ധമായിട്ടുള്ള കണക്കിന് പ്രകാരമുള്ള പ്രചരണമാണ്. പിന്നെ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, ഒരു പോയിന്റ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം.